ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ലിൻഡ ടോണി. ലിൻഡാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പച്ചക്കായും ബീഫും ചേർത്ത് എങ്ങനെയാണ് ഒരു അടിപൊളി കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. എല്ലോട് കൂടിയ 1 കിലോ ബീഫ്, 5 പച്ചക്കായ, പട്ട, ബേ ലീഫ്, വലിയ ജീരകം, ചെറിയ ജീരകം, ഗ്രാമ്പൂ, തക്കോലം, 2 ഉള്ളി, 10-12 ചെറിയുള്ളി, 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, 2 തക്കാളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ബീഫ് മസാല. ഇനി നമുക്ക് കറി വെച്ച് തുടങ്ങാം. തന്നെ ബീഫ് വേവിക്കാൻ കുക്കറിലേക്ക് ഇടണം. ഇനി വേവിക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, മല്ലിപ്പൊടി, ബീഫ് വേവുന്നതിനായിട്ടുള്ള ഉപ്പിടുക, പട്ട ഗ്രാമ്പു സ്പൈസസ് ഇടുക, പിന്നെ കറിവേപ്പില ഇടുക, പിന്നെ നന്നായിട്ട് കുഴയ്ക്കുക. മിക്സ് ചെയ്യുന്നതനുസരിച്ചിരിക്കും അതിൻ്റെ ഒരു മണവും ടേസ്റ്റും കാര്യങ്ങളൊക്കെ. എന്നിട്ടൊരു 8 കുക്കറിലാണ് നമ്മൾ വെക്കുന്നത് വേവിക്കാൻ. 8 വിസിലടിപ്പിക്കുക. 8 വിസിലടിച്ചിട്ട് വിസിലൊക്കെ പോയിട്ട് തുറക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും. ഓഫ്, അടിപൊളി മണമായിരിക്കും. പിന്നെ ആ വെന്ത ബീഫിലേക്ക് പച്ചക്കായ ഇടുക. പിന്നെ പച്ചക്കായ ഇട്ടിട്ട് ആ പച്ചക്കായ വേവാനുള്ള ഉപ്പും കൂടി ഇടുക. അപ്പോഴേ ഉപ്പ് പിടിക്കുകയുള്ളൂ പച്ചക്കായയിൽ. എന്നിട്ട് അത് മൂടി വെച്ചിട്ട് അതും വിസിലടിപ്പിക്കാം. ഒരു 2 വിസിൽ മതി. ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ബീഫ് മസാല എല്ലാം കൂടിയിട്ട് ചെറുതീയിൽ നന്നായി ഇളക്കുക. ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ല മണവും കിട്ടും, നല്ല രുചിയായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫും കായും വെന്തിട്ടുണ്ടാവും. അത് തുറക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും. ഇനി അത് വറവിടണം. വറവിടുന്നതിനായി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. പച്ചമണം പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചമുളക് ഇടുക. പച്ചമുളക് ഇട്ടിട്ടും വഴറ്റുക, പച്ചമണം പോകണം. അത് കഴിഞ്ഞ് ചെറിയുള്ളി ഇടുക. ചെറിയുള്ളി ഇട്ടാൽ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ചെറിയുള്ളി ഇട്ടിട്ട് നന്നായി വഴറ്റുക. ഈ വഴണ്ട് വരുമ്പോൾ പിന്നെ വലിയുള്ളി ഇടുക. വലിയുള്ളി ഇട്ടിട്ട് നന്നായി ഇളക്കുക. ഇളക്കി വന്നതിന് ശേഷം പിന്നെ തക്കാളി ഇട്ടിട്ട് വഴറ്റുക. എല്ലാം വഴറ്റിയതിന് ശേഷം ചൂടാക്കിയ പൊടികൾ ഇടുക. ഇതിലേക്ക് നന്നായി ഇളക്കുക, മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റുക. നമ്മുടെ പൊടികളെല്ലാം ചേർന്ന് നന്നായി ഇളക്കിയിട്ട് എടുക്കുക. ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെയും ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി മിക്സ് ചെയ്യാം. വഴറ്റിയതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച പച്ചക്കായും ബീഫും ചേർത്തിട്ട് മിക്സ് ചെയ്യുക. എൻ്റെ മക്കളേ, അടിപൊളിയാണ്. ഇത് ഇളക്കുമ്പോൾ തന്നെ എന്താല്ലേ ഭംഗി തന്നെ കാണാൻ. ആ പച്ചക്കായും ബീഫും ഇളക്കി ഇങ്ങോട്ട് വരുക ചട്ടിയിൽ നിന്ന്. ഓഫ്, ഭയങ്കര രുചിയായിരുന്നേ, ഭയങ്കര ടേസ്റ്റായിരുന്നു. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി ഇളക്കിയാലേ നമ്മുടെ മസാലകളൊക്കെ പിടിച്ച് അപ്പോൾ ആ കറി ഇങ്ങനെയാകും. ഉഫ്, ഇപ്പം തന്നെ എന്തായാലും കാണാൻ തന്നെ ഭംഗി. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക കുറച്ചും കൂടി. പിന്നെ അതാ കുരുമുളക് പൊടിയുടെ കറി റെഡിയായി മക്കളെ. അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മസ്റ്റ് ട്രൈ ഐറ്റമാണ്.